24 വാക്യം. അതിന് അവൻ, എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുമെന്ന് അരുളി ചെയ്തു. ഈ പകലിൽ ദൈവസഭ അല്ലെങ്കിൽ ആ കരങ്ങൾ ഉയർത്തി ഈ വചനത്തെ ഒന്നുകൂടി പ്രഖ്യാപിക്കാൻ കഴിയട്ടെ. എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുമെന്ന് അല്ലെങ്കിൽ അരുളി ചെയ്യുന്ന അല്ലെങ്കിൽ ദൈവ സാന്നിധ്യത്തെ ഈ പകലിൽ നമുക്ക് കാണുവാൻ കഴിയുക. ദൈവസഭയെ ഹല്ലേലൂയ, ദൈവം ഒരു കൂട്ടത്തെ നടത്തുവാൻ മോശയെ തിരഞ്ഞെടുത്തു. നമുക്കറിയാം ഹല്ലേലൂയ, മോശ ചില സാഹചര്യങ്ങളിലെല്ലാം പതറിപ്പോയി, ക്ഷീണിച്ചുപോയി. ഹല്ലേലൂയ, മോശ ഒത്തിരി ഒഴിവു കഴിവുകൾ പറയാൻ ശ്രമിച്ചു. എന്നാൽ മോശയെ ഹല്ലേലൂയ ജീവിതത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവ സാന്നിധ്യം മോശയോട് പറയുന്നു, ഹല്ലേലൂയ, ആ അധരത്തെയാണ് ദൈവത്തിന് തൊടുവാനുള്ളത്. ഹല്ലേലൂയ, ശക്തനല്ലെന്ന് തോന്നുന്ന നിന്നെയാണ് ദൈവത്തിന് ഉപയോഗിക്കാനുള്ളത്. ഹല്ലേലൂയ, മോശ എപ്പോഴും ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ചില വിടുതലുകൾ ഹല്ലേലൂയ പങ്കുവെക്കുമ്പോഴും ചിലത് കാണുമ്പോഴും ഹല്ലേലൂയ മോശ എപ്പോഴും ദൈവസന്നിധിയിൽ കൊതിയോടെ ആയിരുന്നത് ദൈവ സാന്നിധ്യത്തിന് വേണ്ടിയാണ്. മോശ ദൈവ സന്നിധിയിൽ ഇടുവിൽ നിന്ന് കരഞ്ഞു പറയുക, അപ്പ എനിക്ക് കഴിവില്ല, ഹല്ലേലൂയ, ഞാൻ ചഞ്ചലപ്പെട്ട് നിൽക്കുകയപ്പ, ഹല്ലേലൂയ, എനിക്കൊരു കഴിവുമില്ലപ്പ. ഹല്ലേലൂയ, അതിൽ മോശയോട് ദൈവ സാന്നിധ്യം ഉറപ്പിച്ചു പറയുന്നത്, ഞാൻ നിന്നോട് കൂടെ നിൽക്കും. ഹല്ലേലൂയ, ഞാൻ നിന്നോട് കൂടെ നിൽക്കും. ഈ പകലിൽ ഹല്ലേലൂയ ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ഈ പകലിൽ സഭായോഗത്തിൽ വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ, ആരാണ് കൂടെ വരുന്നതെന്ന് ചിന്തിച്ചപ്പോ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്ന് ശക്തീകരിക്കുന്നത് ഈ പകലിൽ കണ്ണുകളാൽ കാണുവാൻ കഴിയട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ, ചില പ്രശ്ന സങ്കീർണമായ അനുഭവത്തിൽ ഞാൻ ഇങ്ങനെ പറയാം, ഒരു ഐസിയുവിന്റെ അകത്ത് നേഴ്സുമാർക്കും ഡോക്ടർമാർക്കും ഒരു പക്ഷേ ഇന്ന ടൈം ലിമിറ്റില് 5 മണിക്കോ രാവിലെ 8 മണിക്കോ ഒരാൾക്കാണ് പ്രവേശനം. ഹല്ലേലൂയ, ഈ പകലിൽ ഞാൻ പറയാം, ഹല്ലേലൂയ, ഒരു ഐസിയുവിന്റെ ടേബിളിൽ കിടക്കുന്നത് പോലെ ഈ പകലിൽ കിടക്കുന്നെങ്കിൽ ഹല്ലേലൂയ ആരുമില്ലേ എന്ന ചോദ്യത്തിന് മുൻപിൽ ഈ പകലിൽ മോശയോട് പറഞ്ഞ അതേ ദൈവ സാന്നിധ്യം, പിതാവേ മാതാവേ, ആ കരങ്ങളിൽ പിടിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഈ പകലിൽ ദൈവസഭയോട് ഞാൻ പറയാം, ആ ദൈവ സാന്നിധ്യം കൂടെയുണ്ടെങ്കിൽ പിന്നെ എന്താ നമുക്ക് വേണ്ടത്? ഈ മാസത്തെ ചാർട്ട് കർത്താവ് തന്നെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ അല്ലേ? അല്ലെങ്കിൽ ഏപ്രിൽ മാസം 1-ാം തീയതി ഇത് നിന്റെ ജീവിതത്തിൽ നീ ഇന്ന യാത്രകൾ ചെയ്യും. ഏപ്രിൽ മാസം 5-ാം തീയതി നീ ദൈവസഭയിൽ വരും, നീ തിരിച്ചു പോകും. അല്ലെങ്കിൽ അതിനുശേഷം ഇന്ന സ്ഥലത്ത് പോകും, അല്ലെങ്കിൽ ഇന്ന സമയത്ത് ഉറങ്ങും, 6-ാം തീയതി രാവിലെ ഇന്നത് കഴിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ എത്ര സന്തോഷമായിരുന്നു. ഇതെല്ലാം തരാത്ത ദൈവ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു അടുത്ത ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ മുന്നമേ അറിയിക്കുന്ന സ്വർഗത്തിന്റെ പദ്ധതി അല്ലെങ്കിൽ അടുത്തൊരു ഘട്ടത്തെ നമ്മുടെ ജീവിതത്തിൽ തുറന്നു വെച്ചിരിക്കുന്ന ദൈവ സാന്നിധ്യത്തിന്റെ ഇടപെടലുകൾ ദൈവ സാന്നിധ്യം അല്ലെങ്കിൽ നയിക്കും കേട്ടോ. ദൈവ സാന്നിധ്യം സംരക്ഷിക്കും കേട്ടോ. ദൈവ സാന്നിധ്യം അല്ലെങ്കിൽ ഭയം വന്നാൽ ചേർത്തു നിർത്തും കേട്ടോ. അല്ലെങ്കിൽ ദൈവ സാന്നിധ്യം അല്ലെങ്കിൽ ആശ്വാസം നൽകും കേട്ടോ. അല്ലെങ്കിൽ ജീവിതത്തിലെ നിരാശകളെ മാറ്റുന്ന ദൈവ സാന്നിധ്യം അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു സമ്പൂർണ്ണ വിടുതൽ നൽകുന്ന ദൈവ സാന്നിധ്യം ഈ പകലിൽ ദൈവ സാന്നിധ്യം ചിലതിന് മാറ്റങ്ങൾ നൽകുന്നതാ. ഹല്ലേലൂയ, the transforming presence എന്ന വചനത്തിൽ പറയുമ്പോൾ ഈ പകലിൽ ഹല്ലേലൂയ ഞാൻ ആ പദത്തെ കൂടുതൽ സ്നേഹിക്കുന്നു. ഈ പകലിൽ ദൈവസഭയിൽ ഞാൻ പരിശുദ്ധാത്മ നിയോഗത്തിൽ വീണ്ടും വിളിച്ചു പറയുന്നു, ചിലതിനെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഹല്ലേലൂയ ഒരു വിശുദ്ധ പകലായി ഈ പകലിനെ പരിശുദ്ധാത്മ മാറ്റുകയും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ ചിലതിനെ ഹല്ലേലൂയ ഘടനയെ തന്നെ മാറ്റുന്ന ആ സൈസിനെ തന്നെ മാറ്റുന്ന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒന്ന് വിട്ടുകൊടുക്ക, ഒന്ന് പ്രാർത്ഥിക്കാമോ? അപ്പാ ആ സാന്നിധ്യം എന്റെ മേൽ എന്റെ കുടുംബത്തിന്മേൽ ചിലത് ചെയ്യണമേ. ആ സാന്നിധ്യം എന്തൊക്കെ ചെയ്യണമോ, ആ സാന്നിധ്യം എന്തൊക്കെ ചെയ്യണമോ അതെല്ലാം എന്റെ തലമുറയിൽ എന്റെ കുടുംബത്തിൽ എന്റെ സഭയിൽ ചെയ്യട്ടെ. യേശുവിന്റെ അധികാരമുള്ള
അറിയിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ചിലതിനെ മുൻപേ അറിയിക്കുമ്പോൾ ദൈവസഭയെ സാന്നിധ്യത്തിൽ മുന്നേറാം. അതിനെ ഇടിച്ചു കളയുന്ന ദൈവസാന്നിധ്യം, ചിലതിനെ ശക്തീകരിക്കുന്ന ദൈവസാന്നിധ്യം, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറയുന്ന ദൈവസാന്നിധ്യം. മോശേ, നീ ഒറ്റയ്ക്കല്ലെന്ന്, മോശേ നിന്നോടുകൂടെ ഞാനുണ്ടെന്ന്, നിന്റെ ഹൃദയ വാഞ്ചയെ ഞാൻ അറിയുന്നെന്ന്. നിന്നെ വിളിച്ച ആ സാന്നിധ്യം ചെറുതല്ല. യേശുവിന്റെ നാമത്തിൽ നീ പതറിപ്പോകരുത്. മോശേ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞത് ഹല്ലേലൂയ, നിന്റെ